പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നവംബർ മാസത്തിൻ്റെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മൾ ഈ മാസം മുഴുവൻ പ്രത്യേകിച്ച് മരിച്ചുപോയ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒരു മാസം, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ചെറുപ്പകാലത്ത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്നും ദേവാലയത്തിൽ പോയിരുന്നു. ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം സെമിത്തേരിയിൽ വൈദികനോടൊപ്പം മരിച്ചവർക്ക് വേണ്ടി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ വളരെ ആരും തന്നെ അറിയാത്ത ആൾക്കാരായിരുന്നു. ആ പ്രാർത്ഥന ചൊല്ലിയിരുന്ന ആത്മാക്കളെ കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയോ അല്ലെങ്കിൽ ഈ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചോ ഒന്നും അറിവുണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ ഒരു നല്ല നിയോഗത്തോടു കൂടെ ഒരു കാരുണ്യ പ്രവൃത്തി എന്ന് നമ്മൾ അറിയില്ലേ, അത് എന്ന നിലയിലാണ് ഞാനത് പോയി ചെയ്തിരുന്നത്. ആരും ചിലപ്പോൾ ചില ഒഫീസിന് അച്ഛൻ ഒഫീസിൽ വരുമ്പോൾ വീട്ടുകാർ പോലും ഇല്ലാത്ത അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഓഫീസ് ഏൽപ്പിച്ചിട്ട് വീട്ടുകാർ അവരുടെ വഴിക്ക് പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ വിശ്വാസമില്ലാത്ത മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളോ ഒക്കെ അതിനൊന്നും വരാറില്ല. ഞാനിത് പറഞ്ഞു തരുന്നത്, നമുക്കറിയാം തിരുസഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മളും നമ്മുടെ കൂട്ടായ്മയും മരണം വഴി വേർപിരിഞ്ഞു പോയ ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആത്മാക്കളും ഒക്കെ ചേരുന്നതാണെന്ന് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. 14 കാരുണ്യ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരുണ്യ പ്രവൃത്തിയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, മാമോദീസായിലൂടെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായിട്ട് മാറിയവരാണ്. റോമാക്കാർക്ക് ലേഖനം നമ്മൾ കണ്ടു. 8-ാം അധ്യായം 14-ാം തിരുവചനത്തില് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്, പുത്രന്മാരാണ്. അപ്പൊ നമ്മൾ മാമോദീസായിലൂടെ ഒരേ ആത്മാവിനെ സ്വീകരിച്ചവര്, ഒരേ ദൈവത്തിന്റെ മക്കളായ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അറിയപ്പെടാത്തവരായിട്ട് മാറുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ആ പിതാവിന്റെ ദൈവപിതാവിന്റെ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആളുകളെ, നമ്മൾ ആത്മാക്കളെ നമുക്ക് അറിയില്ല എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവ തിരുമുൻപില് കർത്താവിന്റെ കരുണ ഈ ആത്മാക്കളുടെ മേലൊഴുകും. മാത്രമല്ല, ഈ ആത്മാക്കള് കർത്താവിന്റെ സ്നേഹത്തിലേക്ക്, പ്രകാശത്തിലേക്ക് അടുത്തു കഴിയുമ്പോൾ, സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവർ മാധ്യസ്ഥം പ്രാർത്ഥിക്കും. അതൊരു പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ചയ്ക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തില് നമ്മളുടെ പല മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുണ്ട്. ചിലപ്പോൾ രോഗാവസ്ഥയാകാം, സാമ്പത്തികമായ അസ്വസ്ഥതയാകാം, അല്ലെങ്കിൽ നമ്മൾ അപകടങ്ങളിൽ നമ്മൾ സംരക്ഷണം ലഭിക്കുന്നതാകാം, ആത്മീയ അപകടമാകാം, ഭൗതിക അപകടമാകാം. ഇങ്ങനെ ഒരുപാട് മേഖലകളിലൊക്കെ വലിയ സ്വർഗീയമായ സംരക്ഷണം ഈ ആത്മാക്കൾക്ക് വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി തമ്പുരാന്റെ പക്കൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പൗരോഹിത്യം തന്നെ ഈ ഒരു മേഖലയിൽ ആത്മാക്കൾക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചതിൻ്റെ കൂടി ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ കണ്ടെത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും, നമ്മൾ ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവൃത്തി, ഒരു നന്മ പ്രവൃത്തി ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഫലമില്ലാതെ പോകുന്നില്ല. ദൈവം അത് നമുക്ക് വേണ്ടി അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റുക തന്നെ ചെയ്യും. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 7-ാം തിരുവചനത്തില്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഈ കരുണ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യരോട് മാത്രം കാണിക്കുന്നതല്ല. ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കള്, മറന്നുപോയ ആത്മാക്കള്, അതല്ലെങ്കിൽ വീട്ടുകാര്, കുടുംബക്കാര് വിശ്വാസമില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കുകയോ അവർക്കതിനും നിത്യതയെക്കുറിച്ചൊന്നും ചിന്തയില്ല. കാരണം ആത്മീയ മേഖലയിൽ മൂടപ്പെട്ടവരാണ് അവർ. നമ്മൾ ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ കടമ മാത്രമല്ല, നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ്. അതിലൂടെ
ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കരുണ കടന്നു വരുന്നതിന് നിറയുന്നതിന് അത് ഇടയാക്കുക ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മാസം നമ്മൾ ഒരിക്കലും മറക്കരുത്. ആരും ഓർക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, അനാഥരെന്ന് വിളിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അവരൊന്നും അനാഥരല്ല, അവരൊക്കെ നമ്മുടെ സഹോദരി സഹോദരങ്ങളായവരാണ് മാമുദീസായിലൂടെ ഒരേ ആത്മാവിനെ സ്വീകരിച്ചതിലൂടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഇതൊരു മുതൽക്കൂട്ടാണ്. ഓരോ പ്രാർത്ഥനയും നമ്മളെ ദൈവവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നു. അതുവഴി നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഒരു ആത്മീയ ബന്ധത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുന്നു. സ്വർഗീയ സഭയും ഈ സഹന സഭയും സമരസഭയുമായിരിക്കുന്ന ഈ കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും നമുക്ക് മറക്കാതിരിക്കാം മരിച്ചുപോയവരെ, അവരുടെ കുറവുകൾ. നമുക്കറിയാം, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മറയ്ക്കപ്പെട്ട ഇടമല്ല. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലേക്കും പ്രകാശത്തിലേക്കും പൂർണ്ണമായിട്ടും അടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ദൈവത്തെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റാത്ത, പാപത്തിൻ്റെ ലൂടെ ആത്മാക്കൾക്ക് വന്നു ചേർന്ന ചില പോരായ്മകൾ, ആ ദൈവത്തിൻ്റെ പ്രകാശം കിട്ടാത്തൊരവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ സഹനങ്ങൾ ഏറ്റെടുത്ത് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ആത്മാക്കൾക്ക് വിടുതൽ കിട്ടും. തീർച്ചയായിട്ടും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ സുസ്ഥിതി, ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളർച്ച, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം, നമുക്കും സ്വർഗത്തിലേക്ക് എത്താനായിട്ട് ഈ ആത്മാക്കൾ വലിയ സംരക്ഷണവും നമുക്ക് വേണ്ടി മാധ്യസ്ഥവും പ്രാർത്ഥിക്കും. അതിനാൽ നമുക്ക് ആരും ഓർക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഈ ദിവസം പ്രത്യേകിച്ചും അത് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്വർഗീയമായ സംരക്ഷണം, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, സമാധാനം അനുഭവിക്കാൻ, ഭൗതിക ജീവിതത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കാൻ, അങ്ങനെ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കാൻ അതുവഴി നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ ഏക സുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിലെയും തലമുറയിലെയും എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ.